ഒരു മൾട്ടി മോഡാൽ ഇമേജ് സെർച്ച് എഞ്ചിൻ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പൈത്തൺ ലാംഗ്വേജും ഓപ്പൺ ക്ലിപ്പ് എന്ന ലൈബ്രറിയും യൂസ് ചെയ്ത് ഒരു ഇമേജ് സെർച്ച് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ തൗസൻഡ്സ് ഓഫ് ഇമേജസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ നിന്നും ഒരു പ്രത്യേക ഫോട്ടോ നിങ്ങൾക്ക് കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷേ ആ ഫയലിൻ്റെ പേര് ഓർമ്മയില്ല, ഏത് ഫോൾഡറിലാണെന്നും അറിയില്ല. നിങ്ങൾക്ക് ഓർമ്മയുള്ളത് ഇത്രമാത്രം: ഒരു ബീച്ച് സൈഡിൽ എടുത്ത ഫോട്ടോയാണ്, അല്ലെങ്കിൽ ഒരു റെഡ് കാർ ഉള്ള ഫോട്ടോയാണ്, അതുമല്ലെങ്കിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് എന്നിങ്ങനെയാണ്. ബട്ട് ഈ ഒരു ഇൻഫർമേഷൻ യൂസ് ചെയ്ത് നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഫയൽ നെയിം യൂസ് ചെയ്താണ് OSൽ സെർച്ച് നടക്കുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് നിർമ്മിക്കാൻ പോകുന്നത് ഒരു AI പവേർഡ് മൾട്ടി മോഡൽ ഇമേജ് സെർച്ച് എഞ്ചിനാണ്. ഇതിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഉപയോഗിച്ച് സെർച്ച് ചെയ്യാം, അതുപോലെ ഇമേജ് അപ്ലോഡ് ചെയ്ത് അതിന് സമാനമായ ഇമേജസും കണ്ടെത്താം. ഈ ഒരു ആപ്ലിക്കേഷനിൽ OpenAI API യൂസ് ചെയ്യുന്നില്ല, ഗൂഗിൾ വിഷൻ യൂസ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ മറ്റൊരു API കീസും യൂസ് ചെയ്യുന്നില്ല. പൈത്തൺ ലാംഗ്വേജും ഓപ്പൺ ക്ലിപ്പ് എന്ന മോഡലും യൂസ് ചെയ്താണ് ഈ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഡെമോ നോക്കാം. ചിൽഡ്രൻസ് പ്ലേയിങ് എന്ന് ഞാനിവിടെ സെർച്ച് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മൾ സെർച്ച് ചെയ്ത ക്വറിക്ക് സിമിലറായ ഇമേജസ് ഇവിടെ റിസൾട്ടിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഫയൽ നെയിം, ലൊക്കേഷൻ എന്നിവ കാണാൻ സാധിക്കും. ഇനി ബീച്ച് സൈഡിലെ ഫോട്ടോസ് എന്ന് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഇവിടെയും നമ്മൾ സെർച്ച് ചെയ്ത കീവേഡ്സിന് സിമിലറായ റിസൾട്ടാണ് കാണിക്കുന്നത്. ഇത്തരത്തിൽ ഡിഫറെൻറ്റ് ക്വറീസ് നമുക്ക് യൂസ് ചെയ്ത് സെർച്ച് ചെയ്യാൻ സാധിക്കും. സോ ഇതുപോലെ ആയിരക്കണക്കിന് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഫോട്ടോസിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഇമേജസ് സെർച്ച് ചെയ്യുവാൻ സാധിക്കും. ഇത് പ്രൊഡക്റ്റ് സെർച്ചിനും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇ-കൊമേഴ്സ് പ്രൊഡക്റ്റ് സെർച്ച്, ബ്ലാക്ക് ലെതർ ഷൂസ്, ബ്ലൂ ജീൻസ് എക്സെട്ര. സോ ഇത് നമുക്ക് ഇ-കൊമേഴ്സ് വെബ്സൈറ്റിലും ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ മറ്റു പ്രൊജക്റ്റുകളായും ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്ന് നോക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യാൻ പൈത്തൺ, ഓപ്പൺ ക്ലിപ്പ്, ഫൈസ്, സ്ട്രീംലിറ്റ് എന്നിവയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഫൈസ് എന്നത് ഒരു ഓപ്പൺ സോഴ്സ് വെക്റ്റർ ഡേറ്റാബേസ് ആണ്. ഓപ്പൺ ക്ലിപ്പ് എന്നത് ഒരു മൾട്ടി മോഡൽ AI മോഡലാണ്. ഇനി ഇതിൻ്റെ ആർക്കിടെക്ചർ എങ്ങനെയാണ് എന്ന് നോക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ പ്രധാനമായും 5 സ്റ്റെപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്, ഫോൾഡറിൽ ഉള്ള എല്ലാ ഇമേജസും റീഡ് ചെയ്യുന്നു. ദെൻ ഓരോ ഇമേജസും ഓപ്പൺ ക്ലിപ്പ് മോഡലിലേക്ക് പാസ് ചെയ്യുന്നു. അതിനുശേഷം ഓരോ ഇമേജിലും അതിന് കറസ്പോണ്ടിങ് ആയ എംബഡിംഗ് വെക്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ഇമേജിനെ കമ്പ്യൂട്ടറിന് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. സിസ്റ്റത്തിന് ഇമേജ് എന്നത് പിക്സൽസ് മാത്രമാണ്. എന്നാൽ ഓപ്പൺ ക്ലിപ്പ് ആ ഒരു ഇമേജിലെ പ്രധാനപ്പെട്ട ഐറ്റംസ് ഒരു നമ്പർ ലിസ്റ്റായി മാറ്റുന്നു. ഈ ഒരു നമ്പർ ലിസ്റ്റിനെയാണ് എംബഡിംഗ് വെക്റ്റർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു പൂച്ചയുടെ ഇമേജ് ഓപ്പൺ ക്ലിപ്പ് കണ്ടാൽ ഇങ്ങനെയൊരു വെക്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഓരോ ഇമേജിലെയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് അവയെ വെക്റ്റർ എംബഡിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഈ ഒരു വെക്റ്റേഴ്സ് എല്ലാം ഫൈസ് ഇൻഡെക്സിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഫൈസ് എന്നത് വളരെ വേഗത്തിൽ സെർച്ച് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ലൈബ്രറിയാണ്. തൗസൻഡ്സ് ഓഫ് വെക്റ്റേഴ്സ് നമുക്ക് ഫൈസിൽ സേവ് ചെയ്യാൻ സാധിക്കും. പിന്നീട് യൂസർ ഒരു സെർച്ച് നടത്തുമ്പോൾ എല്ലാ ഇമേജസും വീണ്ടും പരിശോധിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം ഫൈസിലെ വെക്റ്റർ എംബഡിങ്സ് സെർച്ച് ചെയ്താൽ മതിയാകും. സോ ഇൻ ദി ഫൈനൽ സ്റ്റെപ്പ്, യൂസർ സെർച്ച് ചെയ്യുമ്പോൾ ആ ഒരു ടെക്സ്റ്റിൽ നിന്നും എംബഡിങ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ഫൈസിൽ സിമിലാരിറ്റി സെർച്ച് നടത്തുന്നു. സോ ആ ഒരു സെർച്ചിൽ നിന്നും വളരെ സിമിലറായ ഇമേജസ് തിരികെ നൽകുന്നു. സോ ഇതാണ് ഈ ഒരു ആപ്പിൻ്റെ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കോഡ് നമുക്ക് നോക്കാം. ഇവിടെ കോഡ് ഞാൻ ആൾറെഡി റൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ മെയിൻ ഫങ്ഷൻസ് മാത്രമേ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. സോ ഫസ്റ്റ് ഓൺ ബിൽഡ് ഇൻഡെക്സ് ഫംഗ്ഷൻ. ഇവിടെ ബിൽഡ് ഇൻഡെക്സ് എന്ന മെത്തേഡ് ചെയ്യുന്നത് ഫോൾഡറിലുള്ള എല്ലാ ഇമേജസും AI വെക്റ്റേഴ്സ് ആക്കുക എന്നുള്ളതാണ്. ഇവിടെ പ്രധാനമായും 2 ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് എംബഡിങ്സ്, മറ്റൊന്ന് ഇമേജ് പാത്ത്. ഇവിടെ ഇമേജിൻ്റെ വെക്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നതിനൊപ്പം അതിൻ്റെ പാത്തും നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ വെക്റ്റർ മാത്രം സേവ് ചെയ്താൽ പോരാ, പിന്നീട് ഇമേജ് ഏതാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇമേജിൻ്റെ പാത്ത് കൂടി സേവ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇമേജ് പാത്ത് ഇവിടെ സേവ് ചെയ്യുന്നത്.
ഫൈൻഡിങ് ഇമേജസ്. ഇവിടെ ഫോൾഡർ മുഴുവൻ സ്കാൻ ചെയ്യുന്നു. ഇത് സബ് ഫോൾഡേഴ്സ് ഉൾപ്പെടെ എല്ലാ ഫയൽസും കണ്ടെത്തും. ഇവിടെ എല്ലാ ഫയൽസിൻ്റെയും ആവശ്യമില്ല, ഇമേജസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ JPEG, JPG, PNG ഇവയെ മാത്രം ഫിൽട്ടർ ചെയ്യുന്നു. ജനറേറ്റിംഗ് ഇമേജ് എംബഡിങ്സ്. ഇതാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത്. ഓരോ ഇമേജിനെയും ഓപ്പൺ ക്ലിപ്പ് പ്രീ പ്രോസസ്സ് ചെയ്യുന്നു, ഇമേജ് റീസൈസ് ചെയ്യുന്നു, ദെൻ നോർമലൈസ് ചെയ്യുന്നു, അതിനുശേഷം ടെൻസർ ആക്കി മാറ്റുന്നു. ഇവിടെ മോഡൽ ഡോട്ട് എൻകോഡ് ഇമേജ് എന്നത് ഒരു ഇമേജിനെ എംബഡിംഗ് വെക്റ്റർ ആക്കുന്നതാണ്. ഈ വെക്റ്ററാണ് ഇമേജിൻ്റെ AI റെപ്രസെൻറ്റേഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു ക്യാറ്റ് ആണെങ്കിൽ അതിന് ഒരു വെക്റ്റർ, ഡോഗ് ആണെങ്കിൽ മറ്റൊരു വെക്റ്റർ, ബീച്ച് ആണെങ്കിൽ മറ്റൊരു വെക്റ്റർ. ഇങ്ങനെ പലതരത്തിലുള്ള വെക്റ്റേഴ്സ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നു. സിമിലർ ഇമേജസിൻ്റെ വെക്റ്റേഴ്സ് എപ്പോഴും വളരെ അടുത്തായിരിക്കും. അതുകൊണ്ടാണ് സിമിലാരിറ്റി സെർച്ച് നടത്തുമ്പോൾ സിമിലർ വെക്റ്റേഴ്സ് റിട്ടേൺ ആയി ലഭിക്കുന്നത്. നെക്സ്റ്റ് വൺ, നോർമലൈസേഷൻ. ഇവിടെ ഓരോ വെക്റ്ററിനും ഒരു ഡയറക്ഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ലെങ്തും ഉണ്ടാകും. ഇവിടെ നോർമലൈസേഷൻ ചെയ്യുന്നത് എല്ലാ വെക്റ്റേഴ്സിനെയും സെയിം ലെങ്ത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ ഡയറക്ഷൻ മാത്രം മതിയാകും, ലെങ്തിന് പ്രസക്തിയില്ല. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അവയെല്ലാം സെയിം ടൈപ്പ് ഓഫ് ഇമേജസ് എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ കൊസൈൻ സിമിലാരിറ്റി എപ്പോഴും ചെക്ക് ചെയ്യുന്നത് സെയിം ഡയറക്ഷൻ ആണോ എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, സേവിങ് എംബഡിങ്സ്. എംബഡിങ് ജനറേറ്റ് ചെയ്ത ശേഷം നമ്പൈ അറേയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, ദെൻ ആ ഒരു ലിസ്റ്റിൽ സേവ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇമേജ് പാത്തിനെയും സേവ് ചെയ്യുന്നുണ്ട്. ഇമേജസ് എല്ലാം പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഫയൽസ് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ ഇൻഡെക്സിലേക്ക് ആഡ് ചെയ്യുന്നു. ഫയൽസ് ഡോട്ട് റൈറ്റ് ഇൻഡെക്സ് യൂസ് ചെയ്ത് ഈ ഒരു ഇൻഫർമേഷൻ നമ്മളൊരു ഫയലിലേക്ക് സേവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇമേജസ് ഡോട്ട് പാത്ത് ഡോട്ട് PKL എന്ന ഫയലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇമേജിൻ്റെ പാത്താണ് സേവ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ റീഓപ്പൺ ചെയ്താലും വീണ്ടും ഇൻഡെക്സിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ രണ്ട് ഫയൽസിലെയും ഡേറ്റ യൂസ് ചെയ്ത് നമുക്ക് സെർച്ച് ചെയ്യുവാൻ സാധിക്കും. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓപ്പൺ ക്ലിപ്പ് മോഡൽ ലോഡ് ചെയ്യുന്നു. നിങ്ങളുടെ സിസ്റ്റത്തിൽ GPU ഉണ്ടെങ്കിൽ കുടയായിരിക്കും ലോഡ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ CPU ആയിരിക്കും ലോഡ് ചെയ്യുന്നത്. ഇതിനുശേഷം ടോക്കണൈസർ, ഫയൽസ് ഇൻഡെക്സ്, ഇമേജ് പാത്ത് എന്നിവ ഇവിടെ ലോഡ് ചെയ്യുന്നുണ്ട്. ഈ ലോഡ് ചെയ്ത ഡേറ്റയാണ് പിന്നീട് സെർച്ചിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ടെക്സ്റ്റ് സെർച്ച്. യൂസർ ഒരു ക്വറി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ ആ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ സെൻറ്റൻസ് ടോക്കണൈസർ വഴി കൺവേർട്ട് ചെയ്യുന്നു. ദെൻ എൻകോഡ് ടെക്സ്റ്റ് ഉപയോഗിച്ച് ടെക്സ്റ്റ് എംബഡിങ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നോർമലൈസ് ചെയ്യുന്നു. ദെൻ ഫയൽസ് സെർച്ച് ചെയ്യുന്നു. മീൻസ് ആൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയൽസ് ഇൻഡെക്സിൽ ഈ ഒരു എംബഡിങ്സ് യൂസ് ചെയ്ത് സെർച്ച് നടത്തുന്നു. സോ സിമിലർ ആയ ഡേറ്റ അവിടെ നിന്നും റിട്ടേൺ ചെയ്യുന്നു. ഇവിടെ മാച്ച് ആയ ഓരോ ഇമേജിൻ്റെയും സിമിലാരിറ്റി സ്കോറും റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ഇമേജിൻ്റെ സിമിലാരിറ്റി സ്കോർ 0.5 ആകാം, മറ്റൊരു ഇമേജിൻ്റെ സിമിലാരിറ്റി സ്കോർ 0.6 ആകാം, മറ്റൊന്നിൻ്റെ 0.7 ആകാം, എന്നിങ്ങനെ വേരി ചെയ്യാം. 1 എന്ന വാല്യൂവിലേക്ക് അടുക്കും തോറും സിമിലാരിറ്റി വളരെ കൂടുതലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. 0.2 വാല്യൂ ഉള്ള ഒരു ഇമേജും 0.8 വാല്യൂ ഉള്ള ഒരു ഇമേജും നോക്കിയാൽ 0.8 ഉള്ള ഇമേജാണ് മോസ്റ്റ് മാച്ചിങ് ഇമേജ്. സോ ഇവിടെ നമ്മൾ ഇമേജസ് കിട്ടുമ്പോൾ ഒരു ത്രെഷോൾഡ് യൂസ് ചെയ്ത് ഇവയെ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, സിമിലാരിറ്റി സ്കോർ 0.7നേക്കാൾ സിമിലാരിറ്റി സ്കോറുള്ള ഇമേജസ് മാത്രം റിസൾട്ടിൽ കാണിച്ചാൽ മതി എന്നാണ് ഈ ഒരു ഫിൽട്ടർ ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ ഫയൽ നെയിം, സ്കോർ, അവയുടെ പാത്ത് എന്നിവയും ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഇമേജ് സെർച്ച്. ഇവിടെ ഇമേജ് യൂസ് ചെയ്താണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. സോ ടെക്സ്റ്റിന് പകരം ഇമേജ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇമേജിനെ എംബഡിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ എഗെയിൻ ടെക്സ്റ്റ് സെർച്ചിൽ നടന്ന അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ഫയൽസിൽ സെർച്ച് ചെയ്യുന്നു, സിമിലർ വെക്റ്റർ കണ്ടെത്തുന്നു, ദെൻ ആ വാല്യൂസ് റിട്ടേൺ ചെയ്യുന്നു. സോ ഇതാണ് റിവേഴ്സ് ഇമേജ് സെർച്ച്. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻസ്റ്റാളേഷൻ ആൻഡ് സെറ്റപ്പ് എങ്ങനെയാണ് എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ജിറ്റ് ബ്രാഞ്ച് ക്ലോൺ ചെയ്യുക. ദെൻ ഡയറക്ടറി ചേഞ്ച് ചെയ്ത് മൾട്ടി മോഡാൽ ഇമേജ് സെർച്ചിലേക്ക് വരിക. ദെൻ പൈത്തണിൻ്റെ വെർച്വൽ എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്യുക. എപ്പോഴും വെർച്വൽ എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്ത് പ്രൊജക്റ്റ് റൺ ചെയ്യുവാൻ ശ്രമിക്കുക. സോ അതാണ് ഒരു ബെറ്റർ അപ്രോച്ച്. നെക്സ്റ്റ് ഈ ഒരു കമാൻഡ് യൂസ് ചെയ്ത് എല്ലാ ലൈബ്രറീസും ഇൻസ്റ്റാൾ ചെയ്യുക. ഫൈനലി സ്ട്രീംലിറ്റ് ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നതിന് ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യുക. ഇതാണ് നമ്മുടെ സ്ട്രീംലിറ്റ് ആപ്ലിക്കേഷൻ. ഇവിടെ പ്രധാനമായും 3 ടാബ്സ് ഉണ്ട്: ബിൽഡ് ഇൻഡെക്സ്, ടെക്സ്റ്റ് സെർച്ച്, ഇമേജ് സെർച്ച്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ബിൽഡ് ഇൻഡെക്സ് ആണ്. നമ്മൾ ഏത് ഫോൾഡറിലാണോ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യാം. ഈ ഒരു ഫോൾഡറിൽ കുറച്ച് ഇമേജസ് ആൾറെഡി ഉണ്ട്. ഇവിടെ നമ്മൾ ബിൽഡ് ഇൻഡെക്സ് ആണ് റൺ ചെയ്യുന്നത്. ഇവിടെ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് എല്ലാ ഇമേജസും റീഡ് ചെയ്യുന്നു. ഓരോ ഇമേജിനും AI എംബഡിങ്സ് ക്രിയേറ്റ് ചെയ്യുന്നു.
ദെൻ അത് ഫയൽസ് ഡേറ്റാബേസിലേക്ക് സേവ് ചെയ്യുന്നു. ബേസിക്കലി ഈ ഒരു പ്രോസസ്സാണ് ബിൽഡ് ഇൻഡെക്സിൽ നടക്കുന്നത്. നമുക്ക് സെർച്ച് ചെയ്യേണ്ട ഡേറ്റ സേവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഇൻഡെക്സ് കംപ്ലീറ്റ് ആയാൽ നമുക്ക് ടെക്സ്റ്റ് സെർച്ച് നടത്താവുന്നതാണ്. ഇനി ഇമേജ് അപ്ലോഡ് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കാം. ഇവിടെ ഇമേജ് അപ്ലോഡ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ കാണാം. സോ ടെക്സ്റ്റ് സെർച്ചിൽ ലഭിച്ചതുപോലെ തന്നെ റിസൾട്ട് ഇമേജ് സെർച്ചിലും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ മുഴുവൻ സോഴ്സ് കോഡും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായി പ്രൊജക്റ്റ് സെറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഒരു മൾട്ടി മോഡാൽ ഇമേജ് സെർച്ച് ആപ്ലിക്കേഷൻ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നതാണ് നമ്മൾ നോക്കിയത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽസ് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.